പറയുന്നുണ്ട്. ഗിരിയേട്ടന് പ്രീതിയുമായിട്ട് മോശപ്പെട്ട ബന്ധമുണ്ടെന്നും അവര് പറഞ്ഞു നടക്കുന്നുണ്ട്. അതും നീ വിശ്വസിക്കുന്നുണ്ടോ? നാട്ടുകാര് പറയുന്ന എല്ലാ കഥകളും ശരിയാവണമെന്നില്ല, സമ്മതിച്ചു. പക്ഷേ പീതാംബരനും ഗിരിയേട്ടനും തമ്മിലുള്ള ശത്രുത ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. ഗിരിയേട്ടൻ പലതവണ അയാളുമായി തല്ലുണ്ടാക്കിയിട്ടുണ്ട്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോ ഗിരിയേട്ടൻ കുറ്റം ചെയ്യാൻ സാധ്യതയില്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ പീതാംബരം മരിക്കുന്നതിനന്ന് രാവിലെ നീയും അയാളും തമ്മിൽ തല്ലുണ്ടാക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തില്ലേ? അന്വേഷണത്തിനിടയിൽ നമുക്ക് പലരെയും കുറ്റം ചെയ്തവരാണെന്ന് സംശയിക്കാം, ചോദ്യം ചെയ്യാം എന്ന് കരുതി അവരെല്ലാം കുറ്റവാളികളാകണമെന്നില്ല. വെറുതെ അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കു കൂടരുത്. എനിക്ക് വഴക്ക് കൂടാൻ താല്പര്യമൊന്നുമില്ല അങ്കിൾ. പക്ഷെ മനസ്സിൽ തോന്നുക ഞാൻ പറയും. ഗിരിയേട്ടൻ തെറ്റ് ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കും വക്കീലിനെ കേസ് ഏൽപ്പിക്കാത്തത്. ഗിരിയേട്ടൻ തെറ്റേതെന്ന് വക്കീലിന് മനസ്സിലാവില്ലേ? നിനക്ക് കാര്യം അറിയില്ലെങ്കിൽ വെറുതെ ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടരുത്. ഗിരിയേട്ടൻ മുകുന്ദനെ കേസ് ഏൽപ്പിക്കാത്തതിന്റെ കാരണം മുകുന്ദനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ കേസിന്റെ സത്യാവസ്ഥ മുകുന്ദൻ അറിയുമെന്ന് പേടിച്ചിട്ടോ അല്ല. മുകുന്ദൻ മജിസ്ട്രേറ്റ് ആവാൻ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുവല്ലേ. ഇപ്പൊ വേറെ കേസ് ഏറ്റെടുത്ത് ബാധിച്ച മജിസ്ട്രേറ്റിന്റെ ജോലി നഷ്ടപ്പെടും. അത് ശരിയാണ് മോളെ, അങ്ങനെ ഒരു നിയമമുണ്ട്. മുകുന്ദൻ എത്ര ആഗ്രഹിച്ചാണ് മജിസ്ട്രേറ്റ് ആയെന്ന് ഗിരിയേട്ടൻ അറിയാം. ഇതാണ് കാരണമെന്ന് പറഞ്ഞാ അതൊന്നും കാര്യമാക്കാതെ മുകുന്ദൻ കേസ് ബാധിക്കാൻ ഇറങ്ങി തിരിച്ചേനെ. അതാ ഗിരിയേട്ടൻ വേറെ വക്കീലിനെ വെക്കണമെന്ന് പറഞ്ഞത്. നിനക്ക് ഗിരിയേട്ടൻ വെറും ദുഷ്ടനായിരിക്കാം. പക്ഷെ എനിക്കറിയാം ആ മനസ്സിൽ എല്ലാവരോടും എന്തുമാത്രം സ്നേഹമുണ്ടെന്ന്. ആ സ്നേഹത്തിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞതുകൊണ്ടായിരിക്കും അച്ഛന്റെ കൊലയാളിയാണെന്ന് പോലും നോക്കാതെ ഗിരിയേട്ടന് കൂടെ ചേച്ചി കഴിയുമേ. നീ സൂക്ഷിച്ച് സംസാരിക്കണം. ശബ്ദം ഉയർത്തൊന്നും വേണ്ട. എന്റെ ചേച്ചി ഗിരിയേട്ടന്റെ തനി നിറം മനസ്സിലാക്കി അയാളെ എതിർക്കാൻ പോവാണെന്ന് സന്തോഷിച്ചായിരുന്നു ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. പക്ഷെ ചേച്ചി ഇവിടെ ഗിരിയേട്ടന്റെ പേരിൽ ഭജന പാടി നടക്കുക. പ്രതിയെ മനസ്സിൽ കൊണ്ടു നടന്ന് പൂജിക്കുന്ന ഒരാളെയാണോ അങ്ങൾ അയാൾക്കെതിരെയുള്ള കേസ് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത്? പോലീസിൽ നിന്നും പീതാംബരന്റെ കുടുംബത്തിന് എങ്ങനെ നീതി ലഭിക്കുമെന്ന് അങ്ങൾ പറയുന്നത്? ചേച്ചി എത്രയും പെട്ടെന്ന് ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഞാനും കോളേജിലെ പിള്ളേരും കൂടി അതിനെതിരെ പ്രതിഷേധം നടത്തും. മഹിമേ, നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ടാ കേസ് അന്വേഷിക്കുന്നത്. എത്ര സത്യസന്ധയാണെങ്കിലും സ്വന്തം ഭർത്താവിനെതിരെ തെളിവുകൾ കിട്ടുമ്പോ അത് ഉപയോഗിക്കാതിരിക്കാനുള്ള പ്രവണതയുണ്ടാവും. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ചേച്ചി അന്വേഷണത്തിൽ നിന്ന് മാറ്റിയാ പോരെ? ഞാൻ അതിനെപ്പറ്റി ഐശ്വര്യ മേഡത്തോട് സംസാരിക്കാം. അത് മതി. ഞാൻ വെറുതെ മഹിമയെ സമാധാനപ്പെടുത്താൻ പറഞ്ഞെന്നുള്ളൂ. എനിക്കത് മനസ്സിലായി സർ. മഹിമ വാശിക്കാരിയാണെന്ന് മോൾക്ക് അറിയില്ലേ? വെറുതെ പ്രതികരിക്കാൻ നിൽക്കണ്ട. ഈ കേസ് തെളിയുമ്പോ മഹിമയുടെ സംശയങ്ങളെല്ലാം മാറും. മോള് വണ്ടി കയറ്. ഹലോ, നമസ്കാരം മാഡം. ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി വന്നതാ. അതിനെന്താ മാഡം, ഇരിക്കൂ. താങ്ക്സ്. താങ്ക് യു. നിങ്ങള് എന്റെ വരവ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആരെങ്കിലും ഞാൻ വരുന്ന വിവരം വിളിച്ച് പറഞ്ഞു കാണുമല്ലേ?
ഡിപ്പാർട്ട്മെന്റിൽ കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന കുറെ പാഴ്ജന്മങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അവരെയൊക്കെ സമയമാകുമ്പോ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ ചോദിക്കാൻ വന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഞാനത് ചോദിച്ച സമയം കളയണോ, അതോ നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ച ഉത്തരം പറയുവാണോ? നിങ്ങള് സഞ്ജുവിനോട് എന്ത് ചോദിക്കാനാ വന്നതെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഞാൻ സഞ്ജുവിനെ മാത്രം ചോദ്യം ചെയ്യാനാ വന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ പോട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഞാനും ഈ പ്രഹസനത്തിന് കൂട്ടുനിൽക്കാം. ഗിരി പീതാംബരം മരിച്ച സമയത്ത് സഞ്ജുവിന്റെ കൂടെ ആയിരുന്നു എന്നാ പറഞ്ഞത്. അത് ശരിയാണോ? അല്ല, ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ ബെഡ്റൂമിലായിരുന്നു. അത് ശരിയാ, ഞങ്ങൾ എല്ലാരും സാക്ഷികളാ. അതെന്താ, ഇവര് ബെഡ്റൂം തുറന്നിട്ടിട്ടാണോ കിടക്കാറുള്ളത്? അല്ല, അങ്ങനെയല്ല. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ സഞ്ജു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കും? മാമിനെ അല്ലല്ലോ, കോടതിയല്ലേ ഞങ്ങൾ വിശ്വസിപ്പിക്കേണ്ടത്. ഞങ്ങൾ ഇത്രയും മാന്യന്മാരുടെ മൊഴിയേക്കാൾ വില ഒരു കൊലക്കേസ് പ്രതിയുടെ മൊഴിക്ക് കോടതി കൊടുക്കില്ല. അതിന് ഗിരി എന്തെങ്കിലും പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നാട്ടുകാരെ പറ്റിച്ച് ഇത്രയും കാശുണ്ടാക്കിയ നിങ്ങൾക്ക് പോലീസുകാരോട് നുണ പറയാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. തന്റെ ചേട്ടനെ രക്ഷിക്കാൻ തനിക്ക് മാത്രമേ കഴിയൂ. സത്യസന്ധമായിട്ട് പറയണം. സഞ്ജു നിന്റെ കൂടെ അന്ന് ബെഡ്റൂമിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നീ പറയുന്ന നുണ കാരണം ഗിരി ജയിലിലേക്ക് പോവും. കണക്കായിപ്പോയി. ഏട്ടൻ അങ്ങനെ തന്നെ വേണം. ഗിരിയേട്ടനെന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. അദ്ദേഹത്തിന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. പക്ഷേ